അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ അമ്മാ ബഅദ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി, പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും പനിയുമായി ബന്ധപ്പെട്ട് സംസാരത്തിലായിരുന്നു. പനിയെക്കുറിച്ചായിരുന്നു അവിടെ സംസാര വിഷയം ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനിയെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് അതിന്റെ ശാസ്ത്രം, അതിന്റെ പത്തോളജി മനസ്സിലാക്കാൻ ഉതകുന്ന കാര്യം സഹാബത്തിനിടയിൽ സംസാരിക്കുകയുണ്ടായി. അൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം എന്നൊരു പ്രയോഗം നടത്തുകയുണ്ടായി. ഫബിരിദൂഹ, പനി ചികിത്സയും പറയുകയുണ്ടായി. പനിയുടെ ശാസ്ത്രവും അതിന്റെ പത്തോളജിയും ഒപ്പം അതിന്റെ ചികിത്സയിൽ ഒരു തൊബീബ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ സ്വീകരിക്കേണ്ട ട്രീറ്റ്മെന്റ് മാനദണ്ഡം കൂടി അവതരിപ്പിക്കുകയുണ്ടായി. തിബ്ബുൻ നബവി എന്നത്, അതായത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുണ്ടായ ചികിത്സാ രീതിക്കാണ് തിബ്ബുൻ നബവി എന്ന് പറയുന്നത്. മജ്ലിസു ശിഫ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പനി പടർന്നു പിടിക്കുന്നു അല്ലെങ്കിൽ പനി പടരുന്നു എന്ന് വെച്ചാൽ പനി വ്യാപകമാണ് എന്നാണ് അർത്ഥം. ഒരാളുടെ പനി മറ്റൊരാൾക്ക് പകരുന്നു എന്ന ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത്. പനി വ്യാപകമായിട്ടുണ്ട്, ജനങ്ങൾ പ്രയാസത്തിലാണ്. അപ്പൊ നമ്മുടെ മജ്ലിസു ശിഫയിൽ വീട്ടിൽ വെച്ചു തന്നെ പനിയെ വിപാടനം ചെയ്യാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ വേഗത്തിൽ പനിമുക്ത ശരീരം നേടാനും ആരോഗ്യം വീണ്ടെടുക്കാനും സഹായകമാകുന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കിടയിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പനിയുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷത്തിലാണ് അവർ താമസിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന മുറി പരമാവധി വൃത്തിയും വെടിപ്പും വായു സഞ്ചാരം സുഗമമായി ലഭിക്കുന്നതുമായിരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ശുദ്ധമായ തേൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തേൻ മിക്സ് ചെയ്ത വെള്ളം കുടിക്കുന്നത് പനി വിഭാടനത്തിനും ശരീരത്തിന്റെ ആരോഗ്യം എളുപ്പത്തിൽ വീണ്ടെടുക്കാനും സഹായിക്കും. പനിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്ഷീണത്തെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കും. അപ്പൊ തേൻ വീട്ടിൽ സൂക്ഷിപ്പുള്ളവർ, ശുദ്ധമായ കാട്ടുതേൻ വീട്ടിൽ സൂക്ഷിപ്പുള്ളവർ തേൻ മിക്സ് ചെയ്ത പാനീയം, വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ പനിയുള്ളവര് അവർക്ക് ഭക്ഷണമായി നേരിയ രൂപത്തിലുള്ള ഭക്ഷണമാണ് നല്ലത്. കട്ടി കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് പകരം നമ്മളിപ്പോൾ കേരളത്തിൽ കഞ്ഞി മറ്റൊക്കെ കുടിക്കണ്ടല്ലോ, അത് തന്നെ ആരോഗ്യത്തെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഔഷധ കഞ്ഞി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും, വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. നമ്മുടെ നാട്ടിൽ കുത്തരി എന്ന് പറയുന്ന കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്ന അരിയുണ്ട്. അപ്പൊ ഈ കുത്തരി ഉപയോഗിച്ച് കഞ്ഞി വെക്കുമ്പോൾ പനിയുള്ളവർക്കാണ് അത് പാചകം ചെയ്യുന്നതെങ്കിൽ നല്ലത് തേങ്ങയും ജീരകവും അതോടൊപ്പം ചെറിയ ഉള്ളി, ചീരുള്ളി എന്ന് പറയും ചിലയിടങ്ങളിൽ. അപ്പം തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ചേർത്ത് നന്നായി അരച്ച് അത് ഈ കഞ്ഞിയിൽ ചേർത്ത് വേവിക്കുകയും പൂർണ്ണമായി വെന്ത ശേഷം അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുന്നതിന് മുന്നേ അതിലേക്ക് ഒരല്പം മഞ്ഞൾ കൂടി ചേർത്ത് ഇത്തിരി നേരം കൂടി അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കിയെടുത്ത ശേഷം അത് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. തണിയുന്നത് വരെ കഴിക്കരുത്. ചിലപ്പോഴെങ്കിലും നമുക്കൊരു ധാരണയുണ്ട് നല്ല ചൂട് ഭക്ഷണം കഴിക്കുന്നത് പനിക്ക് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫബിരിദൂ, തണുപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. തണുപ്പുള്ളത് ഉപയോഗിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്കിടയിൽ പലപ്പോഴും പല കാര്യത്തിലും തെറ്റുധാരണകളാണ് വ്യാപകമായിട്ടുള്ളത്. അത് പനിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഫബരിദുഹ ബിൽ മാഇൽ ബാരിദ് എന്ന് പറയുന്നത് തണുത്ത വെള്ളം,
എന്നുവെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം എന്നല്ല ഇതിന്റെ അർത്ഥം. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ഏതായാലും പാചകം ചെയ്ത ഔഷധക്കഞ്ഞി, ഔഷധ വീര്യമുള്ള ഔഷധ ഗുണമുള്ള കഞ്ഞി നമ്മൾ കുടിക്കേണ്ടത് അത് ആറിയ ശേഷമാണ്. ആവി പറക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇത് ഉപയോഗിക്കരുത്. കാരണം ആവി പറക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ ആരോഗ്യ തത്വം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ പനിയുള്ളവർക്ക് വളരെ ഗുണപ്രദമായൊരു ഭക്ഷണമാണത്. അതോടൊപ്പം ഞാൻ പറഞ്ഞു, ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും ശിഫയ്ക്ക് വേണ്ടി ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് ഫാത്തിഹ പാരായണം ചെയ്യുക. അതുപോലെ ഖുലിയാനാറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം എന്ന പ്രാർത്ഥന നിർവഹിക്കുക. അതുപോലെ പരിശുദ്ധ ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അഊദു ബില്ലാഹിൽ അലീം ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അലീമി മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹരിന്നാർ. ഇത് പനിച്ചൂടിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന, ശരീരവേദനയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പരിശുദ്ധ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉണ്ടായ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. അപ്പൊ പനി വ്യാപകമാകുന്ന ഈ സമയത്ത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ശിഫക്ക് സഹായകമാകുന്ന കാര്യം പറഞ്ഞതോടൊപ്പം നമുക്ക് വീട്ടിൽ വെച്ച് പാചകം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഔഷധ കൂട്ടും അതോടൊപ്പം തേൻ ചേർത്ത വെള്ളവും കുടിക്കുന്നത് വളരെ ഗുണപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കഫക്കെട്ടുണ്ടെങ്കിൽ, നെഞ്ചിലോ മൂക്കിന്റെ ഭാഗത്തൊക്കെ കഫക്കെട്ടുണ്ടെങ്കിൽ അതിനെ കൂടി നീക്കത്തക്ക രൂപത്തിലുള്ള ചികിത്സ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പനി നീണ്ടു നിൽക്കാൻ അത് കാരണമായി തീരും. പിന്നെ വയറ് സ്തംഭനം വരാതെ നോക്കണം. കാരണം അതുകൊണ്ടാണ് കട്ടി കൂടിയ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നത്. കട്ടി കൂടിയ ഭക്ഷണം ഈ പനിയുള്ള സമയത്ത് കഴിക്കരുത്. പൊതുവെ രോഗമുള്ള സമയത്ത് കട്ടിയുള്ള ഭക്ഷണം കഴിക്കരുത്. അപ്പൊ പനിയുള്ള സമയത്ത് നമ്മൾ കട്ടി കൂടിയ ഭക്ഷണം കഴിക്കുന്നത് പ്രയാസമാണ്. കാരണം വയറ് സ്തംഭനം വരാൻ പാടില്ല. അത് പനിയെ ഒരു പക്ഷെ നീണ്ടു നിൽക്കാൻ കാരണമായി തീരും. അപ്പൊ പടവലങ്ങ പോലോത്ത അല്ലെങ്കിൽ ചുരങ്ങ പോലോത്ത വെള്ളരി പോലോത്ത പിന്നെ പച്ചക്കറികൾ വേവിച്ച് കഴിക്കുന്നത് പനിയുള്ള കാലത്ത് നല്ലതാണ്. കറി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങളാണ് കൂടുതൽ ഗുണകരമായി തീരുക. പിന്നെ ഉറുമാമ്പഴം കഴിക്കുന്നത് പനിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു പഴമാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയതമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അസുഖമുണ്ടായപ്പോൾ അങ്ങാടിയിൽ പോയി ഉറുമാമ്പഴം വാങ്ങി കൊണ്ടുവന്നത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണ്. അലി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത് നബി ശിഷ്യരിൽ, അതായത് സ്വഹാബി വര്യന്മാരിൽ വൈദ്യശാസ്ത്രം നന്നായിട്ട് അറിയുന്ന ഒരു സ്വഹാബി വര്യനാണ്. അപ്പൊ തന്റെ പ്രിയതമക്ക് അസുഖമുണ്ടായപ്പോൾ അതിന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി അലി റളിയല്ലാഹു തആല അൻഹു അനാർ കൊണ്ടുവന്ന് അങ്ങാടിയിൽ പോയി അനാർ വാങ്ങിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പനിയുള്ളവർക്ക് അനാർ കഴിക്കുന്നത് നല്ലതാണ്. മറ്റു പഴവർഗ്ഗങ്ങളും കഴിക്കാം. മറ്റു പഴവർഗ്ഗങ്ങൾ, ഇപ്പോൾ ഓറഞ്ചൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കഴിക്കാറുണ്ടല്ലോ, ഓറഞ്ച് കഴിക്കാറുണ്ട്. പ്രത്യേകമായി ഞാൻ ഇന്ന് നമ്മുടെ മജ്‌ലിസു ശിഫയിൽ പറയുന്നത്, ഒന്ന് തേൻ ചേർത്ത വെള്ളവും മറ്റൊന്ന് പിന്നെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും നന്നായി അരച്ച് പാചകം ചെയ്ത കഞ്ഞി നല്ലൊരു ഭക്ഷണമായിരിക്കും. നല്ലൊരു ആശ്വാസം നിങ്ങൾക്ക് നൽകും. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.